ചിലപ്പോൾ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലും വിജയകരമായ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതെ, നിങ്ങൾക്ക് കാണാമല്ലോ ക്ലൈമറ്റ് ഭയങ്കര ഒരു റഫ് സ്റ്റേറ്റാണ്. അറ്റ് സീൽ ഇത് കൂടുതലുക ബിക്കോസ് അറ്റ് സീൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോം അല്ല, റോഡൊക്കെ സ്റ്റേബിൾ, കടലിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക, സ്വെൽ ഹൈറ്റ് 3 to 4 meters വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഷിപ്പിനെ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു അന്ന് മെനൂവർ ചെയ്തിട്ട് ആ സ്റ്റെബിൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്ന ഇറ്റ്സ് ടാസ്ക് വിച്ച്. അവസാനം കപ്പലിലുണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരെ രക്ഷിക്കലായിരുന്നു ഏറ്റവും ശ്രമകരമായ ദൗത്യം അല്ലേ? അതെ, ബിക്കോസ് അവർ ട്രൈ ചെയ്തു, അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അവർ ഷിപ്പിനെ സ്റ്റേബിൾ ആക്കാനും അങ്ങനെയുള്ള മെഷീനറീസിനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അത് ഇനി മുമ്പോട്ട് അവർക്ക് റിസ്ക് ആയിരുന്നു. അങ്ങനെ അവർ ജമ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവരെ നേവി രക്ഷപ്പെടുത്തി. ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഏകോപനം എങ്ങനെയായിരുന്നു സാർ, നേവിയും അതുപോലെ കോസ്റ്റ് ഗാർഡും? ഇതൊരു നല്ലൊരു ഭയങ്കര മീൻസ് എവിടെയും ഒരു ലൂപ്പ് ഹോൾസോ അല്ലെങ്കിൽ ഒരു ലാഗോ ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് എ മൾട്ടി ഏജൻസി ഓപ്പറേഷൻ. വേറെ DG ഷിപ്പിംഗ് ഉണ്ടായിരുന്നു, കോസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു, നേവി ഉണ്ടായിരുന്നു, നേവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഡൽഹിയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഇത് ചെയ്തിട്ട് അറ്റ് ദ സെയിം ടൈം പ്രൊഫഷണൽ അഡ്വൈസ് കൊടുക്കുന്നുണ്ട് കോസ്റ്റ് ഗാർഡും നേവിയും സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ അഡ്വൈസും കൊടുക്കുന്നത്. അങ്ങനെ ഒരു കമ്പൈൻ ഓപ്പറേഷൻ എന്ന് പറയാം. ഈ കണ്ടെയ്നറുകൾ ഈ കടലിൽ ഒഴുകി നടക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ഒരു അപകട സാഹചര്യം നിലവിൽ എത്രത്തോളമാണ്? കപ്പൽച്ചാല് കൂടിയാണല്ലോ. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസസ് ടു മരീനേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ എല്ലാ ഷിപ്പിലോട്ടും ഈ മെസ്സേജ് പാസ് ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഈ GPS പൊസിഷനും പ്ലസ് അവരോട് പറയും ഇങ്ങനെ കണ്ടെയ്നേഴ്സ് ഫ്ലോട്ടിങ്. അപ്പം മരീനേഴ്സ് അല്ലെങ്കിൽ ഷിപ്പ് ഇതുപോലെ ഏരിയ അവോയ്ഡ് ചെയ്തിട്ട് നാവിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് ആണ് കാരണമായതെന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. ഇതിന്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരിക്കും സാർ ഇനി മുന്നോട്ട്? അത് ലീഗൽ എനിക്കത് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് DG ഷിപ്പിങ്ങും അവരുടെ കമ്പനി അതൊക്കെയാണ് നോക്കുന്നത്. ഞാൻ നേവിയുടെ ഓപ്പറേഷൻസും കോസ്റ്റ് ഗാർഡിന്റെ ഓപ്പറേഷൻസിനെ പറ്റി ഞാൻ പറയാൻ പറ്റും. വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഈ ഉദ്യമം. ഞങ്ങളുടെ മെയിൻ ഒബ്ജക്റ്റീവ് 24 ലൈഫ്സിനെ സേവ് ചെയ്യുമായിരുന്നു. സെക്കൻഡ്, പൊല്യൂഷൻ റെസ്പോൺസ് നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ കോസ്റ്റ് ഗാർഡ് ഓൾറെഡി ആ ഏരിയയിലുണ്ട്. സക്ഷം എന്ന് പറഞ്ഞ സ്റ്റെപ്പ് അവർ പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷനിൽ അവർ ഇറങ്ങിയിട്ടുള്ള. കോസ്റ്റ് ഗാർഡ് ഡോണിയേഴ്സും പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷനിൽ അവർ ചേഞ്ച് ആയിട്ടുള്ള. സമർത്ത് എന്ന് പറഞ്ഞ ഷിപ്പ് റെഡി ഇപ്പം ഐ തിങ്ക് ഇപ്പോൾ വിട്ടുകയാണ്. അവരും ഇപ്പം ആ ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് കേരള തീരത്തേക്ക് ഈ കണ്ടന്റ് എത്താനുള്ള സാധ്യതയുണ്ടോ സാർ? ഡിപ്പെൻസ്, നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസും കറണ്ടും വിൻഡും അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഡിപ്പെൻഡ് ചെയ്യും.